നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 11 ബുധനാഴ്ചയാണ്. ഇന്നലെ ഇന്ത്യൻ വിപണി തുടർച്ചയായ 5ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ചെറിയ ഒരു പോസിറ്റിവിറ്റി മാത്രമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഇടിയുകയുണ്ടായി. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് എല്ലാ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും ഉയർന്നു തന്നെയാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായും ടെസ്ലയുടെ ഓഹരി വില ഉയർന്നതാണ് ഇതിന് കാരണമായത്. US ചൈന വ്യാപാര ചർച്ചകൾ നിക്ഷേപകർ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇത് ഈ വർഷം ആഗോള വിപണികളെ ബാധിക്കുന്ന നിലവിലെ താരിഫ് പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. ഇപ്പോൾ നടക്കുന്ന US ചൈന ട്രേഡ് ടോക്കുകൾ തന്നെയാണ് വളരെ പ്രധാനമായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത്. അതിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ പറയുകയാണെങ്കിൽ, എയ്റോസ്പേസ്, സെമി കണ്ടക്ടർ, പ്രതിരോധം എന്നിവയിൽ പ്രധാനപ്പെട്ട അപൂർവ എർത്ത് ധാതുക്കളുടെ കയറ്റുമതി ചൈന തടഞ്ഞുവെന്ന് US കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആരോപണം ഉന്നയിച്ചത്. ഏതായാലും അതിനൊക്കെ ശേഷം നടക്കുന്ന ഈ വ്യാപാര ചർച്ചകൾ ഇപ്പോൾ കൂടുതൽ കാര്യക്ഷമമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്. വ്യാപാര ചർച്ചകൾ നന്നായി നടക്കുന്നുണ്ടെന്നും ചൊവ്വാഴ്ച രാത്രി അത് അവസാനിച്ചേക്കുമെന്നാണ് US വാണിജ്യ സെക്രട്ടറി ഹോർവേർഡ് ലുട്നിക് പറയുകയുണ്ടായത്. വ്യാപാര ചർച്ചകൾ ബുധനാഴ്ചയ്ക്ക് കൂടി നീളാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഏപ്രിൽ 15-നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റെസിപ്രോക്കൽ താരിഫുകൾ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഇൻഡെക്സായ S&P 500 വലിയ ഇടിവിലേക്ക് പോയിരുന്നു. വീണ്ടും ഇപ്പോൾ ഇത് റെക്കോർഡ് ഹൈക്ക് അരികെ എത്തി നിൽക്കുകയാണ് S&P 500. കഴിഞ്ഞ വെള്ളിയാഴ്ച 14% ഇടിവുണ്ടാക്കിയ ടെസ്ല ഇന്നലെ ഏകദേശം 5% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം. ഇൻഫോസിസ് 1.20% ഉയർന്നു. വിപ്രോ 1% ഉയരുകയുണ്ടായി. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.57% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.41% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 1.66% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ന് വൈകുന്നേരം US നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പുറത്തു വരുന്നുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ, CPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ് പുറത്തു വരുന്നത്. യൂറോപ്യൻ വിപണി ഇന്നലെ മിക്സഡ് ആയിരുന്നു. UK മാർക്കറ്റും ഫ്രാൻസ് മാർക്കറ്റും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ജർമ്മൻ മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മറ്റ് അസറ്റ് ക്ലാസുകളിൽ ബിറ്റ്കോയിൻ $110,000 അരികെയായിട്ട് വീണ്ടും ട്രേഡ് ചെയ്യുന്നുണ്ട്. സ്പോട്ട് ഗോൾഡ് 0.1% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 71,560 രൂപയാണ്. ഇന്നലെ ഓയിൽ പ്രൈസുകളിൽ വൈകുന്നേരം വരെ നല്ല നേട്ടമായിരുന്നു കണ്ടിരുന്നത്. അതിനുശേഷം അവസാന മണിക്കൂറുകളിൽ ഒരു നല്ല സെൽ ഓഫും കാണാൻ കഴിഞ്ഞു. ഒടുവിൽ ബ്രന്റും WTIയും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും 799 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. ഇനി ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടവർക്കും തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട ഒരു വാർത്തയെക്കുറിച്ചാണ് പറയുന്നത്. ഫുഡ് ഡെലിവറി ബിസിനസ്സിലെ കീ പ്ലെയേഴ്സ് ആയിട്ടുള്ളത് സൊമാറ്റോ അഥവാ എറ്റേണൽ അല്ലെങ്കിൽ സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികളാണ്. ഇപ്പോഴത്തെ ഈ കമ്പനികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്തി 2 കമ്പനികൾ കൂടി ഇപ്പോൾ പുതുതായി മാർക്കറ്റിൽ വരാൻ പോവുകയാണ്. റാപ്പിഡോ എന്ന കമ്പനി പുതിയ ഫുഡ് ഡെലിവറി ആപ്പ് ലോഞ്ച് ചെയ്യുന്നു. അതും വലിയ ഡിസ്കൗണ്ടുകളാണ് അവർ നൽകുന്നത്. ഇന്ത്യയിലുടനീളം 10 മിനിറ്റ് വേഗത്തിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ ബിഗ് ബാസ്ക്കറ്റും ഒരുങ്ങുകയാണ്. ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് വരാം. ബൈക്ക് ടാക്സികൾക്ക് പേരുകേട്ട റാപ്പിഡോ സൊമാറ്റോയും സ്വിഗ്ഗിയെയും വെല്ലുവിളിക്കാൻ ബാംഗ്ലൂരുവിൽ ഓൺലി എന്ന പേരിൽ പുതിയൊരു ഭക്ഷ്യവിതരണ പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നു. ഡെലിവറി ഫീസ്, പാക്കേജിംഗ് ഫീസ്, ഉപഭോക്താക്കൾക്ക് സർചാർജുകൾ എന്നിവയുണ്ടാവില്ല. കൂടാതെ 0 കമ്മീഷൻ മോഡലാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അതായത് ഓർഡറുകൾക്ക് കമ്മീഷൻ നൽകേണ്ട കാര്യമില്ല. റാപ്പിഡോയുടെ വാർത്ത കൂടാതെ മറ്റൊരു വാർത്ത കൂടി ഇന്നലെ ശ്രദ്ധേയമായത്, 2026 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ രാജ്യവ്യാപകമായി 10 മിനിറ്റ് കൊണ്ട് ഭക്ഷ്യവിതരണ സേവനങ്ങൾ വികസിപ്പിക്കാൻ ബിഗ് ബഡ്ജറ്റ് പദ്ധതിയിടുന്നു. ഇന്ത്യയുടെ $7.1 ബില്യൺ മൂല്യമുള്ള ക്വിക്ക് കൊമേഴ്സ് വിപണിയിൽ സ്വിഗ്ഗി, സൊമാറ്റോ, സെപ്റ്റോ കഫേ എന്നിവയ്ക്ക് നല്ല ഒരു മത്സരം തന്നെയായിരിക്കും പുതുതായി വരാൻ പോകുന്ന ബിഗ് ബാസ്ക്കറ്റും ഉണ്ടാക്കുക. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സൊമാറ്റോയും സ്വിഗ്ഗിയും ഒരു ഇടിവിലേക്കാണ് പോയത്. ഇന്നത്തെ സ്റ്റോക്കുകളുടെ ഒരു ആക്ടിവിറ്റി എത്തരത്തിലായിരിക്കും എന്ന് തന്നെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തതായി പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം മാരുതി സുസുക്കി എന്ന കമ്പനി. അപൂർവ എർത്ത് വസ്തുക്കളുടെ ലഭ്യത കുറവ് കാരണം മാരുതി സുസുക്കി തങ്ങളുടെ ആദ്യ ഇലക്ട്രോണിക് കാറായ ഈ വിറ്റാരയുടെ ഉൽപാദന ലക്ഷ്യം 3/2 ഭാഗമാക്കി കുറച്ചു. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ കമ്പനി നേരത്തെ ആസൂത്രണം ചെയ്തിരുന്നത് 26,512 യൂണിറ്റ് പുറത്തിറക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ 8,221 യൂണിറ്റുകൾ മാത്രമേ നിർമ്മിക്കൂ എന്നാണ് കമ്പനി പറയുന്നത്. മറ്റൊരു കമ്പനി IIFL ഫിനാൻസ് ആണ്. മുംബൈ ആസ്ഥാനമായുള്ള NBFC സ്ഥാപനമായ IIFL ഫിനാൻസ്
സ്വകാര്യ പ്ലേസ്മെന്റ് വഴി നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ പുറപ്പെടുവിച്ച് 600 കോടി വരെ സമാഹരിക്കാൻ പദ്ധതിയിടുന്നു. അടുത്തത് കെയ്ൻസ് ടെക്നോളജീസ് ആണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ കെയ്ൻസ് സെമികോൺ പ്രൈവറ്റ് ലിമിറ്റഡ് ജപ്പാനിലെ ഫുജിറ്റ്സു ജനറൽ ഇലക്ട്രോണിക്സുമായി ഒരു ആസ്തി വാങ്ങൽ കരാർ ഒപ്പുവെച്ചതായി പ്രഖ്യാപിച്ചു. 1.59 ബില്യൺ യെന്നിൻ്റേതാണ് കരാർ. അടുത്തത് ടെക്സ്മാക്കോ എന്ന കമ്പനി 44.04 കോടി രൂപയുടെ പുതിയൊരു കരാർ മുംബൈ റെയിൽവേ വികാസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് ലിക്കർ കമ്പനികളെ കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നായിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സംസ്ഥാന വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി പുതിയ മദ്യനയം പ്രഖ്യാപിച്ചു. പ്രതിവർഷം 14,000 കോടി രൂപ അധികമായി സമാഹരിക്കുന്നതിനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കൂടാതെ എക്സൈസ് തീരുവ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത് മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി സുമിത് മദനെ നിയമിച്ചതായി കമ്പനി അറിയിച്ചു. അടുത്തത് ആദിത്യ ബിർള ക്യാപിറ്റലാണ്. ജൂൺ 10 ജോമി ഇൻവെസ്റ്റ്മെന്റ് ഇന്റർനാഷണലിന്റെ കമ്പനിയുടെ 1.4% ഓഹരികൾ വിൽക്കുന്നതിനുള്ള ഒരു ബ്ലോക്ക് ഡീൽ ആരംഭിക്കുന്നുണ്ട്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ABFRL, ചെമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഹിൻഡ് കോപ്പർ, ടിറ്റാഗ്ര റെയിൽ, IREDA, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയാണ് ഉണ്ടായിരിക്കുക. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്, ടെക്നിക്കൽ അനാലിസിസിന് നമ്മൾ ഉപയോഗിക്കേണ്ട വിവിധതരം ടൂൾസുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഈ ക്ലാസ്സുകൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 2,302 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ ബൈ ചെയ്തത്. DIs ആവട്ടെ 1,113 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇതോടെ തുടർച്ചയായ 3ാമത്തെ ദിവസവും FIS ബൈയിങ്ങിൽ തന്നെയാണ്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ നേട്ടത്തിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.23% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.97% നേട്ടത്തിൽ, ജക്കാർത്ത കോമ്പോസിറ്റ് 1.62% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 28 പോയിന്റ്സ് ഉയർന്നാണ് 25,173 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 10 മുതൽ 15 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ക്രൂഡ് ഓയിലിലേക്ക്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ ചെറുതായി ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. നല്ല നേട്ടത്തിലായിരുന്ന ബ്രന്റും WTIയും ഒടുവിൽ ക്ലോസ് ചെയ്യുന്നത് നെഗറ്റീവിലായിരുന്നു. US ചൈന ട്രേഡ് ടോക്കുകൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്. ബ്രന്റ് 0.25% ഇടിഞ്ഞു, WTI 0.47% ഇടിഞ്ഞത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $66.69 പെർ ബാരൽ എന്ന നിലയിൽ 0.14% നേട്ടത്തിലാണ്. WTI ഉള്ളത് $64.88 പെർ ബാരൽ എന്ന നിലയിൽ 0.26% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നിഫ്റ്റി 25,104 1 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ 1 പോയിന്റിന്റെ നേട്ടത്തിൽ നിഫ്റ്റി തുടർച്ചയായ 5ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നലത്തെ ഡെയിലി കാൻഡിൽ ഒരു ബിയറിഷ് കാൻഡിൽ തന്നെയായിരുന്നു. തിങ്കളാഴ്ചത്തെ കാൻഡിലുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ ഒരു ബിയറിഷ് കാൻഡിലാണ് ഇന്നലെ ഫോം ആയത്. കൂടാതെ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞതാണ് 25,200 മുതൽ 25,300 വരെയുള്ളത് വളരെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുണ്ടെന്ന്. കൃത്യമായിട്ട് തന്നെ ഇന്നലത്തെ ഹൈ എന്നത് 25,199 ഈ ഹൈയിൽ നിന്നാണ് ഒരു റിജക്ഷൻ സംഭവിച്ചത്. അതായത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണുന്നു എന്ന് തന്നെയാണ് ഈ കാൻഡിലും സൂചിപ്പിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെ കാൻഡിലുകൾ സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന കാൻഡിലുകൾ തന്നെയാണ്. ഡൗൺ സൈഡിൽ ഇനി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 25,000 മുതൽ 25,050 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ നിന്നും താഴെ ആയിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 24,750 മുതൽ 24,800 വരെയുള്ള സോണാണ്. എന്നിരുന്നാലും ഓവറോൾ ട്രെൻഡ് ഇപ്പോഴും ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് തുടരുന്നത്. കാരണം എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ട് തന്നെയാണ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോഴത്തെ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഇപ്പോഴത്തെ പോസിറ്റിവിറ്റികൾ തന്നെയാണ്. ഏതായാലും ഇന്നത്തെ ആക്ടിവിറ്റി നമുക്ക് കൃത്യമായിട്ട് തന്നെ വാച്ച് ചെയ്യാം. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 26,000, അതിനുശേഷം 25,500 സ്ട്രൈക്ക്, അതിനുശേഷം 25,200 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000, അതിനുശേഷം 24,800, അതിനുശേഷം 24,700 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,200,
സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,000 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,050 സ്ട്രൈക്കിൽ 80% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 34% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,000 സ്ട്രൈക്കിൽ 16% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 7% വർധനവ് ചെറിയ ഒരു ഷോർട്ട് ബിൽഡപ്പാണത്. 25,100 സ്ട്രൈക്കിൽ 51% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 47% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കുറച്ചുകൂടി ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,629 211 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ അത് കൂടുതൽ സ്ട്രെങ്ത് ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. പക്ഷേ ഇന്നലെയും ആ ഒരു ട്രെൻഡ് ലൈനിൻ്റെ താഴെയായിട്ട് ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ റെഡ് ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത് ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെയായിട്ടുമാണ്. അത്തരത്തിൽ ഇനി നമ്മൾ ഡൗൺ സൈഡിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 55,970 ആയിരിക്കും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 57,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 56,000. ഇന്ത്യ വിക്സിലേക്ക് 13.98 4.83% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഒരാഴ്ച മുൻപ് 17 റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യ വിക്സ് ആണ് പെട്ടെന്ന് തന്നെ 14 താഴെയായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസത്തേക്ക് വെറും 799 രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത്. ഇനി കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ ആ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.